ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം എങ്ങനെയാണ് ഇപ്പൊ ഓരോ ദിവസവും ഞാൻ ഒറ്റക്കാവണം ഇവിടെ നിൽക്കുന്നത്. അതെ. ഈ എനിക്ക് തന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കാരണം രാത്രിയൊക്കെ ഉം. ഇത് നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ വിളിക്കുന്നറിയില്ല. രാത്രിയൊക്കെ ഉം. വിളിച്ചിട്ട് മനാഫ് ഇവിടെ ഉള്ളത്, ഏത് ലോഡ്ജിലാ താമസം, ഏഹ് അപ്പൊ മനപ്പ് മറ്റേ ചോദിക്കാറില്ല, ആരാ വിളിക്കുന്നത്, എന്തിനാ വിളിക്കുന്നത് ചോദിക്കാറില്ല? വരാനാ പറയുന്നത്, ഉം. കാണണം ഉം. എന്നറിയും. ഉം. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ധൈര്യപ്പെട്ടിട്ട് എന്റെ ബ്രദേഴ്സ് ഉള്ള ടൈമിന് കാണാൻ പോയപ്പോ ഒരു 50 ഉം. കർണാടകക്കാര് വന്ന് ഉം. ഞാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാനേ പറഞ്ഞു ആ സ്പോട്ടിലേക്ക്. ഉം. തെരച്ചിൽ നിർത്താൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉം. നിങ്ങൾ നഷ്ടപരി ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൈസ ഉം. അത് തരാം. കാരണം ഇത് നമ്മൾ ഈ 5 ലക്ഷം വേണമെങ്കിൽ ആദ്യം 5 ലക്ഷം വാങ്ങിച്ചോടെ പിന്മാറിയാൽ മതിയായിരുന്നു നമ്മളന്ന്. 5 വാങ്ങാൻ എല്ലാരും അങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. ഉം. 5 അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക അവർക്ക്. അതെ അതെ. അവർക്ക് ഇതേ ഉള്ളൂ. ഉം. എല്ലാ വ്യക്തികളും ഒരേമാതിരി കാണുന്നതിനോണ്ടുള്ള പ്രശ്നം. കർണാടകക്കാര് ചിലപ്പോ പാവത്തുങ്ങൾക്ക് ഓർക്ക് ഒന്നും വേറെ ഒന്നും ചെയ്യാണ്ടാവില്ല. ഉം. 5 വാങ്ങി ഉം. ഓർക്ക് പോവാം. ഉം. ഹലോ ഹലോ, മനാഫ്, ഇപ്പൊ ഒരു പുറത്തുള്ള വാർത്തയുണ്ട്, കേസിന് പിന്മാറിയ കർണാടക സർക്കാർ 5 ലക്ഷം രൂപ തരാം എന്നൊരു വാർത്തയുണ്ട്. എന്താ സത്യാവസ്ഥ അതിന്റെ? അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം ഉറുപ്യ ഇവിടെ ഈ ഇതില് ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ടല്ലോ. ഉം. ഇവന്റെ ബോഡി കിട്ടാത്തതിനോണ്ട്, ഉം. അർജുന്റെ ബോഡി കിട്ടാത്തതിനോണ്ട് അർജുന് കിട്ടൂല ആ പൈസ. ഉം. ഉം. അതേമാതിരി അർജുന് ഇൻഷുറൻസും ഉം. ലോറിക്ക് ഉണ്ടാവില്ല ഇൻഷുറൻസ്, ഉം. നല്ല വലിയ എമൗണ്ട് ഉണ്ടാവും, ഉം. ഉം. ആ പൈസയും കിട്ടൂല. ഉം. അപ്പൊ ആ കർണാടക ഗവൺമെന്റിന് 5 ലക്ഷം പ്രഖ്യാപിച്ചത് ഉം. തരാം, തെരച്ചിലൊക്കെ അല്ല മനാഫ്, നിർത്തും നിങ്ങൾ മറ്റൊരു പറയണം. ചതിയല്ല, തെരച്ചിൽ നിർത്തുക എന്ന് പറയും. പക്ഷെ അർജുൻ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് അറിയാൻ പറ്റിയിട്ടില്ല ഇതൊരിക്കും. ഒന്നും അറിഞ്ഞില്ല. ഞമ്മളത് അതിനുള്ള മറുപടി അപ്പം തന്നെ കൊടുത്തിക്കണ്. അതിനുള്ള ഹലോ, കൊടുത്തായിരുന്നല്ലേ? കൊടുത്ത് ഇത്രയും ദിവസം നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളിപ്പോഴും പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകന്റെ ഭാഗത്തുനിന്ന് ചെലവ് എടുക്കണം എന്നില്ല. നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് ചെലവ് എടുത്തിട്ടായാലും ഓനെ കണ്ടെത്തും. അതിന് അറ്റ്ലീസ്റ്റ് ഒരു പെർമിഷൻ തന്നാണ്. അതിപ്പോ അവിടെ മഴയൊന്നും ഇല്ലല്ലോ മനാഫെ? ഒന്നുമില്ല. മഴയൊക്കെ ഇപ്പൊ കുറെ ആയില്ലേ. മഴ എപ്പോഴെങ്കിലും ഒന്ന് അല്ല, ചാറിപ്പോണത് മഴ ഇന്നലെ ഉള്ളൂ. തെരച്ചിൽ നടത്തിയെന്നൊരു വാർത്ത പറഞ്ഞോണ്ട് എത്ര സത്യാവസ്ഥ ഉണ്ട്? എന്തെങ്കിലും ഇല്ല ഇല്ല തെരച്ചിൽ ഇല്ല ഇല്ല ഇല്ല. ഇല്ലല്ലോ? ഇല്ല, അവിടെ തെരച്ചിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നടത്താനും സമ്മതിക്കൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോലീസ് ബസ് ഉണ്ടല്ലോ, പോലീസിന്റെ ആ ഒരു ബസ്, മിനി ബസ് നിറച്ചും പോലീസുകാർ അവിടെ കാവല. അവിടെ ഇപ്പൊ ആരെങ്കിലും ഇറങ്ങാൻ പഴയതുപോലെ ആയി ആ സ്ഥലം അല്ലേ? അപ്പൊ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ, എല്ലാരും സെൽഫിയും ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. അതായത് കർണാടക സർക്കാർ തന്നെ 5 ലക്ഷം വാങ്ങിച്ചുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ പോവുക എന്നാണ് അവരുടെ തീരുമാനം. അതെ അതെ അതെ. നിങ്ങൾ തെരച്ചിൽ നിർത്താൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപരി ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൈസ അത് തരാം. കാരണം ഇത് നമ്മൾ ഈ 5 ലക്ഷം വേണമെങ്കിൽ ആദ്യം 5 ലക്ഷം വാങ്ങിച്ചോടെ പിന്മാറിയാൽ മതിയായിരുന്നു നമ്മളന്ന്. 5 വാങ്ങാൻ എല്ലാരും അങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. 5 അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക അവർക്ക്. അതെ അതെ. അവർക്ക് ഇതേ ഉള്ളൂ. എല്ലാ വ്യക്തികളും ഒരേമാതിരി കാണുന്നതിനോണ്ടുള്ള പ്രശ്നം. കർണാടകക്കാര് ചിലപ്പോ പാവത്തുങ്ങൾക്ക് ഓർക്ക് ഒന്നും വേറെ ഒന്നും ചെയ്യാണ്ടാവില്ല. 5 വാങ്ങി ഓർക്ക് പോവാം. അപ്പൊ ഇപ്പൊ തന്നെ എത്ര ലക്ഷം ഉറപ്പിച്ച ചെലവാ. അതെ അതെ. നമ്മളെല്ലാ കോടതിയുടെ, കർണാടക കോടതിയുടെ വിധി വരെ വന്നതാണ് തെരച്ചിൽ തുടരാൻ വേണ്ടി. അതെ, ആ വിധിയൊക്കെ കളക്ടർ കയ്യിലുണ്ട് എന്നാ പറയുന്നത്. അത് ആ കളക്ടർ അതിന് വിധി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് തെരച്ചിൽ തുടരാനാണല്ലോ കോടതിന്ന് വിധി. അപ്പൊ അവന് വെള്ളം കുറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മാഡം, വെള്ളം ഒഴുക്കും കുറഞ്ഞ് വെള്ളം കുറഞ്ഞു, എന്നാ മനാഫ് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയ. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം, സർട്ടിഫിക്കറ്റ് നിങ്ങളല്ലേ തരണ്ടേ, നമ്മളല്ലല്ലോ. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഏജൻസിന്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയ എന്നാ നമുക്ക് തുടരാം തെരച്ചിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ധാർഷ്ട്യാണ് ഇത്. ഇവിടെ ഇത് നമ്മളെ നാട്ടിലെ നേതാക്കന്മാർ തന്നെ തീരുമാനിക്കുന്നു. മെനക്കെട്ട് ഇറങ്ങിയാലൊക്കെ കാര്യം ഉണ്ടാവും. വലിയൊരു ഭയങ്കര വലിയ ദുരന്തം ഒന്നല്ല സംഭവിച്ചത്. ചെറിയൊരു ജസ്റ്റ് ഒരു 200 മീറ്റർ വീതിയിൽ, മാക്സിമം 200 മീറ്റർ
വീതിയിൽ ഒരു ഒരു ചെറിയ മലന്റെ ഒരു പോർഷന് ഇടിഞ്ഞിങ്ങോട്ട് വന്ന അത് സാധാരണ ചാനലുകാർ കാണിക്കുമ്പോ ഈ ഡ്രോൺ ക്യാമറ വെച്ച് കാണിക്കുമ്പോ ഒരു വലിയ ഭാഗം പോയ മാതിരി തോന്നും. കാരണം ബാക്കിയുള്ളതും മണ്ണ് സെയിം കളറാണ്, അതുകൊണ്ട് മനസ്സിലാവില്ല. ഈ സമയത്ത് കർണാടക ഗവൺമെന്റ് ഇങ്ങനെ 5 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നതിൽ പിന്മാറാൻ പറയും. ഇപ്പൊ ഒരു തേച്ചും ആർക്കും ഇതൊരു എന്താണ് താങ്ങാൻ പറ്റുന്ന വാർത്തയല്ല ഇത് ഇപ്പൊ ഈ പുറത്തു പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം എങ്ങനെയാണ് ഇപ്പൊ ഓരോ ദിവസവും ഞാൻ ഒറ്റക്കാവണം ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന്. കാരണം രാത്രിയൊക്കെ ഇത് നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ വിളിക്കുന്നറിയില്ല. രാത്രിയൊക്കെ വിളിച്ചിട്ട് മനാഫ് ഇവിടെ ഉള്ളത്, ഏത് ലോഡ്ജിലാ താമസം, വരാനാ പറയുന്നത്, കാണണം എന്നറിയും. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ധൈര്യപ്പെട്ടിട്ട് എന്റെ ബ്രദേഴ്സ് ഉള്ള ടൈമിന് കാണാൻ പോയപ്പോ ഒരു 50 കർണാടകക്കാര് വന്ന് എന്നോട് അങ്ങോട്ട് ചെല്ലാനേ പറഞ്ഞു, ആ സ്പോട്ടിലേക്ക്. ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ടയർഡാണ്, അങ്ങനെ പറഞ്ഞു ഫസ്റ്റ് ടൈമില്. അങ്ങനെ ഒരു എവിടെ താമസം നിർബന്ധം പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഒരു ലോഡ്ജിന്റെ പേര് മാറ്റി പറഞ്ഞ് അങ്ങോട്ട് വരാൻ. അപ്പൊ കുടുങ്ങല്ലോ. അവസാനം ഞാൻ ഒറിജിനൽ പേര് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോ നമ്മളെ എന്താ പറയാ, ഞമ്മക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്ന 50 ആളായി. അതുകൊണ്ട് പേടിച്ചു പോയി ഞാൻ. 50 ആളൊക്കെ കണ്ടപ്പോൾ. മനാഫ് അവിടെ നിൽക്കുന്നത് കർണാടകയിലുള്ളവർക്ക് ഇഷ്ടമല്ല എന്നാണ് ഇപ്പൊ ഇല്ല, കർണാടകയിലുള്ളവർക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർണാടകയിൽ എല്ലാവർക്കും, കാരണം നമ്മൾ കന്നഡ സംസാരിക്കുന്നതിനോണ്ടും കന്നഡയിൽ നമ്മളെ കുറെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ എന്താ പറയാ, ഇങ്ങനെ സംസാരിക്കുന്നത് കുറവാണ് കർണാടകക്കാര്. അപ്പൊ ആ ഒരു ഇഷ്ടം ഇനിയും അതിലൊന്നും കുറവില്ല. ഇതിപ്പോ ആരാ വിളിക്കുന്നത് എന്താന്നൊന്നും അറിയാതെ ഒറ്റക്കാവുമ്പോളേ ഇവിടെ 5 ലക്ഷം രൂപ ഞാൻ തരാന്ന് പറഞ്ഞ മനാഫിനാണ് വിളിച്ചു പറഞ്ഞത്. ഇല്ല, ഞാൻ കളക്ടറെ അടുത്ത് പോയത്. ഞാൻ കളക്ടറെ അടുത്ത് പോയത്. കളക്ടർ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു എനിക്ക് ഒരു കാര്യം ചെയ്ത്. അപ്പൊ അത് മനാഫ് ഇതിൽ എന്തിനാണ് കൂടുതൽ, മനാഫിന്റെ ഇൻഷുറൻസ്, വണ്ടിന്റെ ഇൻഷുറൻസിന്റെ പേപ്പർ വേണമെങ്കിൽ ഇപ്പൊ റെഡിയാക്കി തരാം. മനാഫ് ഇൻഷുറൻസ് വാങ്ങിക്കോ വണ്ടിന്റെ, അതിന് തടസ്സമൊന്നുമില്ല. അപ്പൊ ഞാൻ അപ്പൊ എന്റെ ഡ്രൈവർ അർജുന്റെ അപ്പന്നല്ല അർജുൻ്റെത്, അത് ഞമ്മളും അർജുന്റെ ഫാമിലി നോക്കിക്കോളാം. മനാഫ് അതിൽ ഇടപെടണം. മനാഫിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. എന്റെ ലോറിയിലാണ് ഓൻ പോയതും ഓനെ കാണാതായതും. അതെ, 100%. ലോറി മാത്രമാണെന്നുണ്ടെങ്കിൽ ലോറിക്ക് ഇൻഷുറൻസ് കിട്ടാൻ ലോറി കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ലോറിന്റെ ഇൻഷുറൻസിനെ പറ്റി അറിയുന്നവർക്കറിയാം. ഇത്രയും വലിയ ന്യൂസ് ആയ സ്ഥിതിക്ക് ആ ലോറിന്റെ ഇൻഷുറൻസ് സുഖമായിട്ട് കിട്ടും. അതിന് യാതൊരു ഇതുമില്ല. ഇനിയിപ്പോ അത് കാണിച്ചു കൊടുക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഭാരതപ്പുഴ മാതിരിയാണ്, കാലിയാക്കി വെള്ളം കുറയും. അവിടെ ഉണ്ടെങ്കിൽ ഒരു കൈക്കോട്ട് എടുത്ത് ഇറങ്ങിയാല് മാന്തിയാ കിട്ടും. സമ്മതിക്കില്ലല്ലോ. അല്ല, ഞാൻ പറയാം, അത് ആ സമയത്തേക്ക് അത് അത്ര ആവശ്യമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് ഇറക്കണല്ലോ എങ്ങനെയായാലും. ജീവന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ല, ഒഴുകി പോവാനുള്ള ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ വണ്ടി തന്നെ ആവാനാണ് ചാൻസ്. ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ ഒഴുകി പോയ എല്ലാ ബോഡികളും കിട്ടിക്കഴിഞ്ഞു. ഇത്ര ഈ സംഭവം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ മനാഫ് ഇതിന് പിന്മാറിയിട്ടില്ല. ഇല്ല, പിന്മാറുമില്ല. ഇതിന്റെ കച്ചവടമൊക്കെ പൊട്ടി. ഇവർക്ക് ഈ എന്താ പറയാ, ഇതൊക്കെ മറ്റുള്ളവർക്കും മനസ്സിലാവില്ല. എന്താ വ്യക്തിബന്ധം, എന്താണ് കമ്മിറ്റ്മെന്റ്, എന്താ ആർക്കും മനസ്സിലാവില്ല. ഹലോ, മനസ്സിലാവുന്നവർക്ക് അറിയാം എന്താണ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത്. ഒരുത്തം പോയിണ്ടെങ്കിൽ പോയി എന്ന് വിചാരിക്കാൻ ഇന്നെ കൊണ്ട് കഴിയൂല. ഞാൻ അവനെ പാതാളത്ത് പോയിട്ടായാലും കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം. കർണാടക സർക്കാർ കാണിക്കുന്നില്ലല്ലോ. അല്ല, അതെ, ഞാൻ ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ ലോറി കേരളത്തിൽ നിന്ന് വാങ്ങിയ ലോറിയാണ്, പുതിയത്. ഓക്കെ, കേരളത്തിന് കിട്ടേണ്ട ടാക്സ് കിട്ടിയിട്ട് ശേഷമാണ്, എന്താ പറയാ, ഒരു ലോറി വാങ്ങുമ്പോൾ നല്ലൊരു എമൗണ്ട് ടാക്സ് ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ ശേഷം ഈ ലോറി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്നത് കർണാടകയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കർണാടകക്ക് കിട്ടേണ്ട ടാക്സുകൾ കിട്ടി. ഓക്കെ, പിന്നെ ഞാൻ ഡീസൽ അടിക്കുന്നതിന്റെ ടാക്സ് കിട്ടുന്നുണ്ട്, ഞാൻ ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ ടാക്സ് കിട്ടുന്നുണ്ട്, പിന്നെ ഓരോ കൊല്ലം ടാക്സ് അടിക്കുന്ന പൈസ കർണാടക ഗവൺമെന്റ് കിട്ടുന്നുണ്ട്.
പിന്നെ ടോൾ അടിക്കുന്നതിന്റെ ടാക്സ് കിട്ടുന്നുണ്ട്, അതായത് ടോൾ അടിക്കുന്നത് ഉണ്ട്. ഇങ്ങനെ ഇതെത്തിറങ്ങാന് ആനുകൂല്യങ്ങൾ നമ്മൾ ഓർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. പിന്നെ അത് മാത്രല്ല, നിങ്ങൾക്ക് അറിയാറില്ല, എനിക്ക് മലേഷ്യയിൽ ഒരു ബിസിനസ് ഉണ്ട് മറ്റേ നിലവില്. അപ്പം നമ്മൾ മലേഷ്യയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഒരു ഹൈവേയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ആ റോഡ് മാത്രമല്ല നമുക്ക് പോലും തരുന്നത്, ആ വൃത്തിയുള്ള റോഡ് മാത്രമല്ല തരുന്നത്, ആ റോഡിൽ വെച്ചിട്ട് ഞങ്ങളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ അവിടെ വന്നിട്ട് എന്താക്കാണ്, മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തിയിട്ട് എന്താക്കണം, അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്ത് തരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അവിടുന്ന് ടോ ചെയ്തിട്ട് അടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തരും വണ്ടി. ഒരു 5 പൈസ കൊടുക്കണ്ട. ഇനി ഇന്ധനം തീർന്നോ അതും ഒരടിച്ചു തരും, അതിന്റെ ആ ഇന്ധനത്തിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി. പിന്നെ അതല്ലാതെ പിന്നെ ഇനി വണ്ടി കൊക്കയില് പോയോ മറ്റുള്ളത് പോയോ, അതൊക്കെ ആ ഹൈവേന്റെ ഉത്തരവാദിത്തമാണ് അതൊക്കെ ഇതാക്കി തരിക എന്നുള്ളത്. പിന്നെ അതേമാതിരി തന്നെ ഏറ്റവും നല്ല ഇപ്പൊ ഈ അപകടമൊക്കെ നടക്കുന്നതിന്റെ കാരണം എന്താ പറയുക, ഒരു നല്ലൊരു സ്ഥലം ഇവർക്ക് ഈ ലോറിക്കാർക്ക് ഹൈവേയിൽ കിടക്കാനില്ല, ഒരു ബാത്റൂം പോകാനില്ല, ഓൽക്കൊരു എന്താ പറയാ ഒന്ന് മലേഷ്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ ഇന്ത്യനെക്കാട്ട് എത്രയോ ചെറിയ രാജ്യമാണ് സാമ്പത്തികമായിട്ടും ഒക്കെ. കർണാടക സർക്കാർ വെച്ചാൽ ഇപ്പം മനാഫാണ് ഇതിനെല്ലാം എന്താ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ മനാഫ് പിന്മാറി ഒരു പ്രശ്നമില്ല എന്നാണ്. അതെ. എന്തായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല അതില്, ഈ കാര്യത്തില്. ഇതിനെന്തെങ്കിലും ഒന്ന് കേരളത്തിലെ ജനങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് 100% വിശ്വാസമാണ്. അതെ. ഒരുപാട് നന്ദി ഈ സമയം സംസാരിച്ചത്.